എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കിതൊക്കെ അറിയാം, ഞാൻ ഇതൊക്കെ കേട്ടതാണ്, ഞാൻ ഒരുപാട് വായിച്ച ആളല്ലേ, ഇല്ലെങ്കിൽ എനിക്ക് ഇത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഇക്കാര്യത്തിൽ 20 വർഷമായിട്ട് ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്, പിന്നെ എന്തിന് ഞാൻ ഇവൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഇവൻ പറയുന്ന ഉപദേശം കേൾക്കണം. ഇങ്ങനെ ഒരു എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന വ്യക്തികൾ സത്യം പറഞ്ഞാൽ അവർ പൊട്ടക്കുളത്തിലെ തവളകളെ പോലെയാണ്. ഒരു സന്യാസിയുടെ അടുക്ക ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് ആ സന്യാസിയോട് കാപ്പിയൊക്കെ കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതറിയാം ഇതറിയാം അങ്ങനെ വലിയ പൊങ്ങച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സന്യാസി അവസാനം എന്ത് ചെയ്തു, ഈ കാപ്പി ആ കപ്പിലേക്ക് പതുക്കെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ഒഴിച്ച് കപ്പ് നിറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ടും സ്വാമി ചോദിച്ചോളൂ. അദ്ദേഹം അന്നേരം ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഈ കപ്പ് നിറഞ്ഞിട്ട് ഒഴുകുന്ന കാണുന്നില്ല. അപ്പോൾ സന്യാസി തിരിച്ചു ചോദിച്ചു, ശരിയാണ്, കപ്പ് നിറഞ്ഞ കവിഞ്ഞൊഴുകും, അപ്പോൾ കപ്പ് എംപ്റ്റി ആക്കി വെച്ചാലേ നിറയുള്ളൂ. ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഏത് പ്രഭാഷണം കേൾക്കാൻ പോകുമ്പോൾ, ഏത് പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ, ഏത് ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ, ഇതിലൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സംഗതികൾ കിട്ടാനുണ്ട്. പക്ഷേ നമ്മൾ കപ്പ് കമിഴ്ത്തി വെക്കുകയോ ഇല്ലെങ്കിൽ കപ്പ് ഒഴിയാതെ വെക്കുകയോ ചെയ്താൽ ഈ കപ്പിലേക്ക് പിന്നെ ഒന്നും കയറില്ല. അതുകൊണ്ട് എല്ലാം അറിയാമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചതും ഒന്നും പഠിക്കാൻ സാധിക്കില്ല. അവരുടെ ആ ഒരു ഈഗോ, എല്ലാം എനിക്കറിയാമെന്നുള്ള അഹംഭാവം അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനർത്ഥത്തിലേക്ക് എത്തിക്കും. ഞാൻ ഈ യൂട്യൂബ് ഇടുന്ന സമയത്ത് തന്നെ പല ആൾക്കാർ എന്നോട് പറയും, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ, ഇല്ലെങ്കിൽ ഇതൊക്കെ കേട്ടതല്ലേ, ഇല്ലെങ്കിൽ ഈ എൻ്റെ മുഖം കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഇയാൾ പറയുന്നത് എന്താ കേൾക്കേണ്ട ആവശ്യം. എൻ്റേതല്ല, ഈ ലോകത്ത് ഒരുപാട് അറിവുകൾ കിട്ടുന്ന പല ചാനലുകളും പല കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെ ഇവിടെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കെല്ലാം പഠിച്ചിരിക്കുന്നു, എല്ലാം അറിവുണ്ട്, എല്ലാം അറിയാവുന്നൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കപ്പ് എംപ്റ്റി ആക്കി വെക്കുക. ഓരോരോ ക്ലാസ്സുകളിലും ഓരോരോ സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്തും ഇല്ലെങ്കിൽ ഓരോ യൂട്യൂബ് കാണുന്ന സമയത്തും നമ്മൾ എംപ്റ്റി ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് അറിയാൻ ബാക്കിയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാം അറിയുന്നവരെ പോലെ അഭിനയിക്കാതെ എന്തെങ്കിലും അറിയാനുള്ള ശ്രമത്തിലേക്ക് മാറാൻ ഓരോരുത്തരും ശ്രമിക്കുമാറാകട്ടെ. എല്ലാവർക്കും ശുഭദിനം.